നിക്ക് ഞാനും വരുന്നു. ഇന്നെന്താ സ്പെഷ്യല്? നല്ല അടിപൊളി ക്യാബേജ് തോരനാ. ക്യാബേജ് തോരനാണോ? ഞാൻ കുറെ വർഷമായിട്ട് ക്യാബേജ് തോരൻ സ്റ്റോപ്പ് ചെയ്തേക്കുക. അതെന്താ നീ ക്യാബേജ് കഴിക്കാത്ത? എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ വന്നേ പിന്നെ എല്ലാരും പറഞ്ഞു ക്യാബേജ് നിർത്തിക്കോളെ. അപ്പൊ തൈറോയ്ഡ് ഉള്ളൊരു ക്യാബേജ് കഴിക്കാൻ പാടില്ലേ? ഇത് അങ്ങനെയല്ല. ഈ ക്യാബേജിലൊക്കെ ഗോയിട്രോജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ ഗോയിട്രോജിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതായത് ഈ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, ബോക് ചോയ് അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗോയിട്രോജിൻ പോയിട്ട് നമ്മുടെ തൈറോയിഡിന്റെ ഹോർമോൺ ഉണ്ടാക്കുന്ന അയഡിനെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അയഡിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുകൊണ്ടാണ് ഇതൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത്. തൈറോയ്ഡുകാർക്ക് അപ്പൊ ഇത് ഒരിക്കലും കഴിക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല, അത് റോ ഫോമിൽ കഴിക്കരുത് എന്നാ പറയുന്നത്. അതായത് ഈ സാലഡ് രൂപത്തിൽ, ജ്യൂസ് ആയിട്ട് അങ്ങനെയുള്ള ഫോമിൽ കഴിക്കരുത്. അല്ലാതെ നമുക്ക് കറി വെച്ചിട്ട് അല്ലെങ്കിൽ സൂപ്പൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഗോയിട്രോജന്റെ കണ്ടന്റ് അതിൽ കുറയും. അങ്ങനെ കഴിക്കുന്നതിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ഡെയിലി ബേസിൽ കഴിക്കരുത്. ആഴ്ചയിൽ 1-2 തവണ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ കഴിക്കാണ്ടിരിക്കണതല്ലേ നല്ലത്? അങ്ങനെയല്ല, നമുക്ക് ഈ ക്യാബേജ് എന്ന് പറഞ്ഞാൽ വളരെ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾസ് കൂടെയാണ്. അതിൽ ഇൻഡോൾ-3 കാർബിനോൾ എന്ന് പറഞ്ഞൊരു ഫൈറ്റോ കെമിക്കൽ ഉണ്ട്. അത് നമ്മുടെ ഈ സ്ത്രീകളിൽ വരുന്ന ഗർഭാശയ മുഴകളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിൽ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. അതുപോലെ തന്നെ ഫൈബർ റിച്ച് കൂടെയാണ് ക്യാബേജ്. തൈറോയ്ഡുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാം അല്ലേ? അതെ. അപ്പൊ ധൈര്യമായിട്ട് പോയിട്ട് ക്യാബേജ് ഉപ്പേരി കൂട്ടി ചോറുണ്ടോ?